പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എത്ര ദയനീയമാണ് എന്ന് കാണിച്ചു തന്ന ഇരട്ട ചങ്കത്തിയാണ് മറിയക്കുട്ടി. 87 വയസ്സായ അടിമാലി സ്വദേശി പിച്ചച്ചട്ടിയുമായി ഓരോ കടകൾ തോറും കയറി ഇറങ്ങി വാർത്തകളിൽ ഇടം നേടിയ ഒരു വയോവൃദ്ധ. സത്യത്തിൽ പിണറായിയോട് ഇഞ്ചോടിഞ്ച് നേരെ നിന്ന് പോരാടിയ ഇരട്ട ചങ്കത്തി. ഊരിപ്പിടിച്ച വടിവാളിനിടയിലൂടെ പിണറായി നടന്നെന്നൊരാവർത്തി പറഞ്ഞാലും അതിലപ്പുറം ചങ്കൂറ്റം മറിയക്കുട്ടിക്കുണ്ട് എന്ന് മറിയക്കുട്ടിയമ്മ തെളിയിക്കുകയാണ്. കോടതി പോലും മറിയക്കുട്ടിയമ്മയോടൊപ്പം നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, സർക്കാരിന് ബാക്കിയുള്ളതിനെല്ലാം പണമുണ്ടല്ലോ, അതെന്താ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ മാത്രം പണമില്ലാത്തതെന്ന്. പിണറായിക്കും മന്ത്രിമാർക്കും സുഖിക്കാനും ടൂറ് നടത്താനും അവരുടെ കാര്യങ്ങൾക്കുമൊക്കെ പണമുണ്ട്, പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാതെ ഈ ഖജനാവ് എങ്ങനെ കാലിയായി? ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു മറിയക്കുട്ടിയമ്മ എന്ന ഇരട്ട ചങ്കത്തിയുമായി ബന്ധപ്പെട്ട അഞ്ജു പാർവതി പ്രവീഷ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നിലവിൽ കേരളത്തിൽ CPM എന്ന ഗുണ്ടാ പാർട്ടിയെ അടിമുടി വിറപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ടെങ്കിൽ അത് ദേ ഈ 80 കഴിഞ്ഞ ചങ്കുറപ്പുള്ള അമ്മച്ചിയാണ്. നിലവിൽ ക്യാപ്സ്യൂൾ തീനി അടിമക്കൂട്ടം അടിമുടി വിയർക്കുന്നത് ഈ സ്ത്രീ ശക്തിയുടെ മുന്നിലാണ്. എന്താണ് സ്ത്രീ എന്ന്, എന്താണ് സ്ത്രീ ശക്തി എന്ന്, എന്താണ് ആർജവമെന്ന് മുഖത്തു നോക്കി ചോദ്യങ്ങൾ ചോദിച്ച ജനദ്രോഹ നയങ്ങൾ പിന്തുടരുന്ന ഒരു സർക്കാരിന്റെ ഉത്തരം മുട്ടിക്കുന്നത് എങ്ങനെയെന്ന് ഈ അമ്മച്ചി പൊതുസമൂഹത്തിന് കാണിച്ചു തരുന്നു. ഓരോ ദിവസവും അവർ ചോദിക്കുന്ന ചാട്ടുളി പോലുള്ള ഓരോ ചോദ്യത്തിന് മുന്നിലും പകച്ചു പണ്ടാരമടങ്ങി നിൽക്കുന്നു ഇടത് രാഷ്ട്രീയം. നമ്മുടെ പ്രവൃത്തിയിൽ സത്യമുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകളിൽ നേരുണ്ടെങ്കിൽ ഒരു സിംഹാസനത്തിനെയും ഒരു തമ്പ്രാനെയും ഭയക്കേണ്ടതില്ല എന്ന് ഈ അമ്മച്ചി അനുനിമിഷം അടയാളപ്പെടുത്തുന്നു. 50 ലക്ഷം കൊണ്ട് പടുത്തുയർത്തിയ വനിതാ മതിലിനെ എത്ര നിഷ്പ്രയാസമാണ് ഈ അമ്മച്ചി തകർത്തെറിഞ്ഞത് അല്ലേ? നിലപാടും ആർക്കു മുന്നിലും വളയാത്ത നട്ടല്ലും മതി ഒരു സ്ത്രീക്ക് സമൂഹത്തിന് മുന്നിൽ ആരെയും കൂസാതെ നിൽക്കുവാനെന്ന് ഈ ഓൾഡ് ജനറേഷൻ മഹിളാരത്നം കാണിച്ചു തന്നു. വട്ടപ്പൊട്ടിസ്റ്റുകളായ പൊള്ളയായ സ്ത്രീപക്ഷത്തെ ഒരു ചട്ടി കൊണ്ട് അമ്മച്ചി തച്ചുടച്ചു. മറിയക്കുട്ടി അമ്മച്ചിയുടെ അഗ്നി ചിതറുന്ന വാക്കുകൾക്ക് മുന്നിൽ വട്ടപ്പൊട്ടുകളും നെറ്റിയിൽ കയറ്റിവെച്ച കണ്ണടകളും അടിപതറി. അടിമക്കൂട്ടങ്ങളുടെ ഗീബൽസിയൻ നുണക്കഥകൾ പറയുന്ന ജിഹ്വയെ ഈ ഇടുക്കിക്കാരി അമ്മച്ചി നിഷ്കരണം അറുത്തുമാറ്റി അഭിനവ കണ്ണകി. നാണവും മാനവുമില്ലാത്ത ടോയ്ലറ്റ് പേപ്പറിന്റെ മാപ്പ് എന്ന ഇരവാദത്തെ അമ്മച്ചി ചവിട്ടിക്കൂട്ടി തോട്ടിലെറിഞ്ഞു. നേരത്തെ അറിയിക്കുമെന്ന ടാഗ് ലൈനുള്ള നുണ മാത്രം പറയുന്ന ടോയ്ലറ്റ് പേപ്പർ അമ്മച്ചിയുടെ ആർജവത്തിന് മുന്നിൽ അടിമുടി വിറച്ചു നിന്നു. ഇതാണ് യഥാർത്ഥ സ്ത്രീ ശക്തി. ഇതാണ് വളയിട്ട കൈ നയിക്കുന്ന വിപ്ലവം. 2023 കേരളത്തിൽ ഒരു വിപ്ലവകാരി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഒരു സ്ത്രീ പോരാളി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ദേ ഈ അമ്മച്ചി മാത്രമാണ്. ഇരട്ടച്ചങ്ക് എന്നത് PR വർക്ക് കൊണ്ട് അലങ്കാര കിന്നരി തുന്നിച്ച ഭീരുത്വത്തിന്റെ പേര് മാത്രമായിരുന്നുവെന്ന് സിംഗിൾ ചങ്ക് അപ്പാടെ ചങ്കൂറ്റമുള്ള ഈ അമ്മച്ചിയുടെ നിലപാട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഓരോ ദിവസവും. ഇങ്ങനെയാണ് അഞ്ജു പാർവതി, മാധ്യമപ്രവർത്തക കൂടിയായ അഞ്ജു, തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഇരട്ട ചങ്കത്തെ കാണുമ്പോൾ മാത്രമാണ് പിണറായി അടിമുടി വിറയ്ക്കുന്നത്. പിണറായിക്ക് മുന്നിലൂടെ ഒരു ഭയവുമില്ലാതെ കറുത്ത അടിവസ്ത്രം പൊക്കിക്കാണിക്കാൻ മറിയക്കുട്ടി അമ്മ കാണിച്ച ആ ഭയമില്ലായ്മ, ആർജവം, അത് തന്നെയാണ് കേരളത്തിലെ ഓരോ സ്ത്രീകളും പിന്തുടരേണ്ടത്. ഓരോ സ്ത്രീകളും പിണറായിയോട് എണ്ണി ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഒറ്റയ്ക്ക് നിന്ന് ചങ്കുറപ്പോടെ നിലപാടുകളോടെ മറിയക്കുട്ടിയമ്മ എന്ന 87കാരി ചോദിക്കുന്നത്. പിണറായിയെ ഉത്തരം മുട്ടിക്കുന്ന മറിയക്കുട്ടിയമ്മ.